രാജ, അച്ഛൻ. നമസ്കാരം. താമസിച്ചതിന് ക്ഷമിക്കണം, കുറച്ച് തിരക്കുണ്ടായിരുന്നതാ. ഞാൻ അത്ര എളുപ്പമൊന്നും മരുമോനെ അളിയാന്നൊന്നും വിളിച്ചിട്ടില്ല ഇതുവരെ. അതെന്താന്നറിയില്ല, നിങ്ങളെ കണ്ടപ്പോ മരുമോനെ ഇരിക്കെ. ആദ്യം അച്ഛനിരിക്കെ. ഇരിക്കും മരുമോനെ. ശരി മരുമോനെ, എനിക്ക് ചുറ്റി വളച്ചൊന്നും പറയാൻ അറിയില്ല. ശരിക്കും തോർന്നങ്ങ് പറയാൻ പോവാ ഞാൻ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കേൾക്കാത്ത എന്റെ മോളെ, നിങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കണമെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? എന്റെ മോൾക്ക് നിങ്ങളെ പോലൊരു മരുമോനെ വേറെ കിട്ടില്ല എന്നാണ് അർത്ഥം. താങ്ക്സ് അച്ഛാ. ശരി ശരി, മോന്റെ അച്ഛനും അമ്മയും ഒരു ദിവസം വന്ന് എന്റെ മോളെ ഒന്ന് കാണാൻ പറ. ബാക്കി നമുക്ക് നേരിട്ട് സംസാരിക്കാം. എന്താ മോനെ, പോരെ? ശരി അച്ഛാ. അതിനുമുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അത് പിന്നെ പറയും മരുമോനെ. നീ പറ. പറയാൻ പറഞ്ഞില്ലേ? എന്താ മോനെ, മരുമോന് സ്ത്രീധനം കൂടുതൽ വേണമെന്നാണോ? എത്ര വേണേലും പറഞ്ഞോ, തന്നേക്കാന്നേ. അതൊന്നുമില്ല അച്ഛാ. നമ്മുടെ രാജഗോപാല മുത്തച്ഛൻ്റെ ഒപ്പം മുരളീകൃഷ്ണൻ എന്നൊരാൾ ജോലി ചെയ്തത് അച്ഛൻ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ? അതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? ഇദ്ദേഹത്തിന്റെ അച്ഛനാണത്. ഈ കാര്യം അച്ഛനോട് മറക്കണ്ടെന്ന് വിചാരിച്ച, അതുകൊണ്ട്. ഇവൻ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കരുത്, ഇറങ്ങി പോകാൻ പറയുവനോട്. എന്താ അച്ഛാ ചെറിയ കാര്യത്തിന് ദേഷ്യപ്പെടും? ചെറിയ കാര്യം ഇതാണോടാ ചെറിയ കാര്യം? നാട്ടുകാര് തൊഴുതു നിൽക്കുന്ന വലിയ മനുഷ്യനായിരുന്നു എന്റെ അച്ഛൻ. അച്ഛൻ ജീവനോടെ ഇരിക്കുമ്പോ അദ്ദേഹത്തിന് മഞ്ചൽ കെട്ടി നാണം കെടുത്തിയ മനുഷ്യനാ നിന്റെ അച്ഛൻ. ഇത് ചെറിയ കാര്യമാണോ? ചെറിയ കാര്യമാണോന്ന് ദേഷ്യപ്പെടാതെ ശരീരത്തിന് നല്ലതല്ല. നിനക്കൊന്നറിയാവോ? ഒന്നറിയാവോ നിനക്ക്? നാട്ടുകാര് മുഴുവനും ബർമ രാജഗോപാലെ എന്ന് കൊതിച്ചു വിളിച്ചോണ്ടിരുന്നതാ പെരുമയോടെ. എന്നാ ഇതിനു ശേഷം മഞ്ചല് രാജഗോപാൽ എന്നും പറഞ്ഞ് നാണം കെടുത്തിയാ വിളിക്കുന്നേ. അപ്പൊ എന്റെ മനസ്സെന്ത് വേദനിച്ചിരിക്കും, എന്ത് വേദനിച്ചിരിക്കും. എടാ എന്നെ വിട്ടേക്കടാ. പാവ ആ മനുഷ്യൻ ആ ഒരു കാര്യം മനസ്സിനുള്ളിൽ വെച്ച് നൊന്തു നീറി 80ാമത്തെ വയസ്സിൽ കൊതി തീരാതാണാ ചത്തുപോയത്. ആഹാ, കൊള്ളാലോ ഇത്. 80ാമത്തെ വയസ്സിൽ കൊതി തീരാതെ. ഇനി പറയടാ, എങ്ങനെയാടാ എന്റെ മോളെ നിന്റെ വീട്ടിലേക്ക് അയക്കുന്നത്? അല്ല സാറേ, ഞാൻ എന്താ പറയാൻ വരുന്ന വെച്ചാൽ അത് എപ്പോഴും നടന്ന കാര്യല്ലേ, മറന്നു കളഞ്ഞുകൂടെ? മറന്നു കളയാനോ? എടാ ഞാൻ എന്തിനാ ആവശ്യമില്ലാതെ നിന്നോട് സംസാരിക്കുന്നേ? എന്റെ മോളെ നിനക്ക് കല്യാണം കഴിക്കാൻ എനിക്ക് സൗകര്യമില്ല. അയ്യോ സാർ, അങ്ങനൊന്നും പറയരുത് സാർ. പറയുന്ന കേക്ക്. നീ പറഞ്ഞത് അനുസരിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഇറങ്ങി പോടാ. അങ്ങനൊന്നുമില്ല സാർ, പറയുന്ന കേക്ക് പ്ലീസ്. മുതിർന്നവര് സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി സംസാരിക്കാൻ പാടില്ല, മനസ്സിലായോ? ഞാൻ എന്റെ ഡാർലിങ്ങിന്റെ അച്ഛനായോണ്ട് ഇറങ്ങി വന്ന് സംസാരിക്കുന്നു. നിങ്ങളാണെങ്കിൽ പാർട്ടി മീറ്റിംഗ് പോലെ കയറി പോയിക്കൊണ്ടിരിക്കുവാണല്ലോ. ദേ, നിങ്ങളുടെ അച്ഛനും തെറ്റിയതു, എന്റെ അച്ഛനും തെറ്റിയതു, രണ്ടുപേരും തെറ്റായതേ. അതുകൊണ്ടാ മര്യാദയ്ക്ക് വന്ന് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ പെണ്ണിനെ പൊക്കിക്കൊണ്ടുപോയി കല്യാണം കഴിച്ചാനേ. ഇപ്പൊ നിനക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടല്ലേടാ? എടാ പന്തയം വെക്കുന്നു. നിന്നെ കൊണ്ട് സാധിച്ചാൽ, എന്റെ മോള് നിന്റെ കൂടെ വന്നാൽ എന്റെ മോളെ നീ പൊക്കിക്കൊണ്ടു പോടാ. നോക്കട്ടെ ഞാൻ. നിങ്ങളുടെ വീട്ടിലെ പെണ്ണിനെ പൊക്കിക്കൊണ്ടുപോയാ അങ്ങനെ നീ കൊണ്ടുപോയ നിനക്ക് മീശയോടെന്ന് ഞാൻ പറയാം. എടാ നോക്കവിടാ, ഇത്രയും വർഷം നോക്കി വളർത്തിയ അച്ഛനോടാണ് സ്നേഹം അതോ നിന്നോടുള്ള പ്രേമമാണോന്ന്? ഏടോ വെറുതെ കിടന്നല്ലറാതെ എപ്പോഴും ലവ് ജയിക്കുള്ളൂ. പ്രിയേ വാ, നമുക്ക് വീട്ടിൽ പോവാം. വാ. സോറി രാജ, എന്റെ അച്ഛനേക്കാൾ വലുതായി എനിക്കൊന്നുമില്ല. നീ പൊയ്ക്കോ. എന്താ പ്രിയേ, എനിക്ക് ചുറ്റിനുള്ളവരെല്ലാം നല്ലവരല്ല. ആർക്കും എന്നോട് ആത്മാർത്ഥമായ സ്നേഹമില്ല. നീ മാത്രമാണ് എനിക്ക് നന്മ വിചാരിക്കുന്നു അന്ന് നീ പറഞ്ഞു. ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നു. അത്രയുള്ളൂ. വേദനിക്കുന്നു പ്രിയേ. എല്ലാവർക്കും ഇവിടെ മാത്രമേ വേദനിക്കൂ. എനിക്ക് മുഴുവനായും വേദനിക്കുകയാണ്. നന്നായി വരട്ടെ മോളെ. എങ്ങനെയുണ്ട്? സോറി രാജ. അന്ന് സത്യം എന്നോട് പറഞ്ഞിട്ടായിരുന്നെങ്കിൽ ഞാൻ ഈ നിമിഷം വരെ ഒരു വലിയ പാട്ടുകാരിയാണെന്ന് വിചാരിച്ചെന്റെ ജീവിതം നശിച്ചാണ്. എല്ലാത്തിനും കാരണം അച്ഛൻ എന്നെ കൊഞ്ചിച്ചതാ. അയ്യോ, ഇതെന്താ മോളെ നീ ഇങ്ങനെ പറയുന്നേ? തിയേറ്ററെ കല്യാണ മണ്ഡപം ഇതിനെല്ലാം നിന്റെ പേരല്ലേ വെച്ചത്? എടോ, പെറ്റ മകളുടെ പേരല്ലാതെ പിന്നെ ആരുടെ പേരാ? ചോദിക്കും മോളെ. എടാ കൈ എടുക്കടാ. ഓക്കെ മോളെ, നീ ഒരു ഓർക്കസ്ട്ര വെച്ചിരുന്നില്ലേ? ഇളയുന്നില്ല. അത് ബുക്ക് ചെയ്തെങ്കിലും മണ്ഡപം തരൂന്ന് ഞാൻ പറഞ്ഞതല്ലായിരുന്നോ? ആ കണ്ടീഷൻ കേട്ട് എല്ലാവരും ഓടിപ്പോയി ഇവിടുന്ന്. അതുകൊണ്ട് എനിക്ക് എന്ത് നഷ്ടമുണ്ടെന്ന് അറിയോ? നിങ്ങളോട് ആരാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞു? മക്കളെ വളർത്താൻ അറിയില്ല. അത് വിട്, നീ കൂടുതലൊന്നും പറയണ്ട. ആ മംഗള ചിട്ടിഫണ്ട് ആടിനെ കുറിച്ച് 10 ലക്ഷം എനിക്കടാ ലോസ്. എന്റെ കാശാടാ പോയത്. ഇനി അതിനെ കുറിച്ച് നീ എന്തൊരു പറയാ? ഇതൊക്കെ എന്തെങ്കിലും നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടോ മോളെ ഞാൻ? മോളെ ദേവിപ്രിയ, ഇത്രയുള്ളോടി നിനക്ക്? ഇത്രയും കാലം എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടില്ലെന്ന് ഓർത്തത്. പക്ഷെ ഇപ്പഴാ മനസ്സിലായത് അച്ഛൻ എന്തുമാത്രം ബുദ്ധിമുട്ടിയെന്ന്. ഈ നഷ്ടത്തിന് പരിഹാരം വേണമെങ്കിൽ ഞാൻ അച്ഛന്റെ കൂടെ തന്നെ ഉണ്ടാവണം. ഐ എം സോറി രാജ. ഞാനും എന്റെ ചാനലിനെ വലുതാക്കി കോടിക്കണക്കിന് സമ്പാദിക്കാന്ന് വിചാരിച്ചേ. പക്ഷെ നിന്നെ കണ്ടേ അന്ന് മുതല് നിന്നെ കല്യാണം കഴിക്കണം എന്നുള്ള ഒറ്റ ചിന്തയായിട്ട് നടക്കുമായിരുന്നു ഞാൻ.
അതുകൊണ്ട് എനിക്ക് കോടിക്കണക്കിനാ നഷ്ടം. ഇതൊക്കെ ഞാൻ എന്തെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ പ്രിയെ? നിന്റെ അച്ഛനോ അയാളുടെ നഷ്ടക്കണക്കല്ല നിന്റെ തല കെട്ടിവെക്കാനായിട്ട് നോക്കുക. ഇല്ല മോളെ, ഇല്ല മോളെ. ഇതുപോലെ ഒരു മണിമേന്റെ ആളുടെ കൂടെയാണ് ജീവിക്കാൻ പോകുന്നത്. പറയ് പ്രിയെ, പറയ് പ്രിയെ. അച്ഛൻ ഭയങ്കര സെൽഫിഷാ. അച്ഛന് പൈസ ഇല്ല വെറുതെ. എങ്ങനെയുണ്ട് മോനെ? അയ്യോ, അവനെ വിശ്വസിക്കരുത് മോളെ, കള്ളവാ പറയുന്നത്. ഇയാളെ വിശ്വസിക്കണ്ട, നമുക്ക് വീട്ടിൽ പോവാം. ടിങ്കിൾ ടിങ്കിൾ കുട്ടിൽ സാർ. അങ്ങനെ ഇംഗ്ലീഷിൽ അച്ഛൻ തെറ്റായിട്ട് പാടുമ്പോഴെല്ലാം ഇത് കുട്ടിലല്ല ചാറ്റ് ലിറ്റിൽ അതും പറഞ്ഞ് അച്ഛന്റെ തലയിൽ വന്ന് മുട്ടത്തില്ലായിരുന്നോ? മറന്നുപോയോ മോളെ? ടിങ്കിൾ ടിങ്കിൾ കുട്ടിൽ സ്റ്റാർ. എടോ, നഴ്സറി പാട്ടെല്ലാം പാടുന്നു. ടിങ്കിൾ ടിങ്കിൾ കുട്ടിൽ കുട്ടിൽ സ്റ്റാർ. എന്താടാ ചെയ്യുന്നത്? പിടിക്കാനായിട്ട്. സോറി രാജ, ഇംഗ്ലീഷിൽ ആര് തെറ്റ് പറഞ്ഞാലും എനിക്കത് ക്ഷമിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ എന്റെ അച്ഛനും എന്റെ കയ്യിന്ന് എത്ര തല്ലുകൊണ്ടിട്ടുണ്ട് അതറിയോ? ദയവ് ചെയ്ത് എന്നെ മറന്നേക്ക്. ഞാൻ എപ്പോഴും എന്റെ അച്ഛന്റെ വാടി എന്റെ കൊച്ചു കള്ളി. ഇന്നലെ രാത്രിയിലേ ഞാനൊരു പ്രണയ കവിത എഴുതി. അത് കേട്ടാ പൊട്ടിപ്പോയ പ്രേമം പോലും ഒന്നായി ചേർന്ന് കളയും. ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടെങ്കിൽ. ഇരുഹൃദയം ഒരു ഹൃദയമായി, ഇരുഹൃദയം ഒരു ഹൃദയമായി, ആ ഒരു ഹൃദയം, ആ ഒരു ഹൃദയം തകർന്നു പോയതോ? അയ്യോ പ്രിയേ, അയ്യോ മോളടിച്ചല്ലോടാ നീ. രാജ, എന്റെ കവിതയൊക്കെ ഇപ്പോഴും നിന്റെ മനസ്സിലുണ്ടല്ലേ? നീ എല്ലാം മറന്നു കാണുന്ന ഞാൻ വിചാരിച്ചേ. മറക്കാൻ പറ്റുമോ? ഇപ്പൊ എനിക്ക് വിശ്വാസമുണ്ട് നീ അവസാന നിമിഷം വരെ എന്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന്. അച്ഛന്റെ വാത്സല്യത്തെക്കാൾ എന്റെ പ്രണയമാണ് എനിക്ക് വലുത്. എന്നെ അനുഗ്രഹിച്ചാലോ അച്ഛ? വാ പ്രിയേ, നമുക്ക് പോവാ. അമ്മാവോ, ഞാൻ ആൺകുട്ടിയാ. നിങ്ങളുടെ മോളുടെ കഴുത്തെ താലി കെട്ടാൻ പോവാ. പറ്റിയ വന്ന് അനുഗ്രഹിക്കാൻ നോക്ക് കുട്ടിൽ സ്റ്റാർ. അച്ഛാ, എന്താ മോനെ ലവ് ഫെയിലിയറാ? ഇപ്പൊ എവിടെയാ ഉള്ളെ? അമ്പലത്തിനടുത്ത്. ആ അമ്പലത്തിൽ കല്യാണം കഴിക്കാൻ പറ്റുമോ? നിന്റെ അമ്മയുടെ കഴുത്തിൽ ഞാൻ ഇവിടെ വെച്ചല്ലേ താലി കെട്ടിയത്. ആ, എനിക്കും പ്രിയക്ക് അവിടെയാ കല്യാണം. എന്താ പറഞ്ഞ? അനുഗ്രഹിക്കണം. ഞാൻ അങ്ങോട്ട് വരുവാ, അവിടെ തന്നെ നിൽക്കേ. എടാ മോനെ, അവൻ എന്താ ആ പെണ്ണിനെയും കൊണ്ട് നിന്റെ മോൻ ഇങ്ങോട്ട് എഴുന്നള്ളി വന്നോണ്ടിരിക്കുവാടി. നമ്മൾ കല്യാണം നടത്തി കൊടുക്കണമെന്ന്. പൊന്നെ വിവരം കേട്ടോളെ. അമ്മേ, രാമഗോപാലിന്റെ മോള, രാജഗോപാലിന്റെ കൊച്ചുമകൾ. ഇന്ന് തൊട്ട് അമ്മയുടെ മരുമകളാ. ഇതെടുത്തോ. അയ്യോ, ഇവളാണോടാ മോനെ മരുമകള്? കാണാൻ ഇന്ത്യപ്പടത്തിലെ ഹീറോയിനെ പോലെ ഉണ്ട് മോനെ. കൊള്ളാവടാ. അല്പം വൈകിയെങ്കിലും സുന്ദരിയാണ് അവള്. എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ. എന്താ മോളെ ഒരു മൗനം പോലെ? വീട്ടിൽ ആരും അറിയാതെ കല്യാണം കഴിക്കാൻ വന്നതിനെ കുറിച്ച് ആലോചിക്കാണോ? എന്റെ മോള് വിഷമിക്കണ്ട. ഒരു കുഞ്ഞ് പറഞ്ഞാ എല്ലാം ശരിയാവും മോളെ. ആദ്യം അതിനുള്ള നടപടി നോക്കടാ. എന്റെ കുഞ്ഞിന്റെ മുഖത്തെ നാണം കണ്ടു. എപ്പോ എന്ത് പറയണമെന്ന് അറിയില്ല. എന്താണ് നിന്റെ വിചാരം? ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്ന് കല്യാണം നടത്തണമെന്ന്? ഇവള് പ്രസവിക്കണമെന്ന് പറയും. എന്താടാ എല്ലാം തമാശ? ഞാനിവളും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. 2 പൂമാല ഒരു താലിയും വാങ്ങണം. അച്ഛൻ പോവാതെ ഞാൻ പോണോ? ഇവന്റെ കല്യാണം ഒന്നും നടന്നു കിട്ടാൻ നമ്മൾ എത്ര അമ്പലങ്ങൾ കയറി നടന്നതാ. ഇപ്പൊ അവൻ തന്നെ മുന്നോട്ട് വന്നിട്ട് എന്റെ കല്യാണം ഒന്ന് നടത്തി താന്നും പറഞ്ഞ് നമ്മുടെ അടുക്കെ വന്നത് നമ്മൾ എങ്ങനെ വേണ്ടെന്ന് പറയാന്നേ. നിങ്ങളൊന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഈ കല്യാണം ഭംഗിയായി നടത്താവുന്നേ. നിങ്ങളൊന്നും അല്പം മാറ്റി ചിന്തിക്കുന്നേ. നിങ്ങൾ എന്താ നീ ഉരുട്ടി വെച്ച ഗണപതിയെ പോലെ മിണ്ടാതെ നിൽക്കുന്നേ? ഗണപതിയോ? എടമോനെ അച്ഛൻ സമ്മതിച്ചു. വേഗം വാ, മാറ്റി തലി മൈക്കിട്ട് ഇവളെന്നെ കൊണ്ട് സമ്മതിപ്പിച്ചല്ലോ.